നമസ്കാരം. എല്ലാവർക്കും പാലുടെ ഫാമിലി ലേക്ക് സ്വാഗതം. ഇനി അമ്മയുടെ ഫേവറേറ്റ് പാട്ടാണ് ഞാൻ പറയുന്നത്. ഓം തേമ്പകം എജാമരി സുഗന്ധി പുഷ്ടിവർണം ഉരുപായനം ബന്ധനാഥ മൃത്യുമുഷ്യ മാമദ. ഓം തേമ്പകം എജാമരി സുഗന്ധി പുഷ്ടിവർണം ഉരുവായനം ബന്ധനാഥ എന്താ ഇത്? മൃത്യുഞ്ജയ മന്ത്രം. മൃത്യുഞ്ജയ മന്ത്രം. മൃത്യുഞ്ജയ മന്ത്രം. മൃത്യുഞ്ജയ മന്ത്രം. മന്ത്രം. നമഃശിവായ. ഓം നമഃശിവായ. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നാമമൊക്കെ ചൊല്ലി തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ വെക്കേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു കുറേ ഏക്കർ കണക്കിനകത്ത് ഒരു പാർക്ക് പോലെ വന്നിട്ടുണ്ട്, വാട്ടർഫോൾസും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എറണാകുളത്തമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഗ്രൗണ്ടിലാണ്, അവിടെയാണ്. അപ്പം ഞാൻ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് വന്നപ്പോഴത്തേക്കും ചേട്ടനും പാലും കൂടെ അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. അതിൻ്റെ അകത്ത് കയറുന്നതിന് 150 രൂപയാണ് ഒരാൾക്കെന്ന് തോന്നണു റേറ്റ്. പക്ഷേ ഒരു തരത്തിലും നമുക്ക് നഷ്ടമില്ല കേട്ടോ. കുട്ടികളെയും കൊണ്ട് നമ്മൾ വെക്കേഷന് പോകാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളൊരു ടൂറ് പോകുമ്പോൾ വാട്ടർഫോൾസൊക്കെ ഉള്ള പോലത്തെ നല്ല എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ അതിനുള്ളിൽ സ്റ്റോളുകൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളതിൻ്റെ അകത്ത് കയറി. അപ്പോൾ പാലുവിന് ഭയങ്കര സന്തോഷമായി. കുറേ ആളുകളും തിരക്കും. അവൾക്ക് അങ്ങനെ എപ്പോഴും പുറത്ത് ഓരോ കാഴ്ചകളും ഒക്കെ കണ്ടു കിടക്കണതാണ് അവളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയണത്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വന്നപ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ കിടക്കണുണ്ടോ, ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ പോവുകയാണ്. ഒരാൾക്ക് 150 രൂപയാണ് റേറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പം ഞാൻ അമ്പലത്തിൽ പോയ സമയം കൊണ്ട് കുറച്ച് തിരക്ക് ടിക്കറ്റ് കൗണ്ടറിലൊക്കെ കുറഞ്ഞ്. അപ്പം നമ്മൾ ആ എറണാകുളത്ത് അമ്പലത്തിലൊക്കെ അതിനായിട്ട് എപ്പോഴെങ്കിലും പോയാൽ സാധിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവിടം വരെ ചെന്നിട്ട് എനിക്ക് അമ്പലത്തിൽ കയറാതിരിക്കാൻ ഭയങ്കര വിഷമമായിരുന്നു. ഞാനും ഓടിപ്പോയിന്ന് തൊഴുത്. ദീപാരാധനയായിരുന്നു, അതും തൊഴുത് നമ്മൾ വന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ ഞാൻ എപ്പോഴും അമ്പലത്തിലാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമ്പലത്തിൽ പോയിക്കാൻ. ഭയങ്കര ഒരു സമാധാനമാണ് മനസ്സിന്. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. അതും കൂടെ കണ്ടാണ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ സംഘാടകർ പറയുമായിരുന്നു അങ്ങനെ ഒരു ഇന്ന ദിവസമൊന്നുമില്ല, എല്ലാ ദിവസവും തിരക്കാണ്, വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ നേരം അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ഇതിലാണ് ഇതിൻ്റെ എൻട്രി എന്ന് പറയണത്. അത് കയറി കഴിയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. എന്തായാലും നിങ്ങൾ ഒരു ദിവസം പോയി നോക്കണം. എല്ലാം കൊണ്ടും കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് വന്ന് കുറച്ച് മണിക്കൂറുകൾ ചിലവഴിക്കാൻ പറ്റിയ ഒരു 100 സ്ഥലത്ത് പോണേക്കാളും നല്ല എല്ലാം ഇതിനുള്ളിലുണ്ട് കുട്ടികൾക്ക്. കണ്ടോ, ഓരോ എല്ലാത്തിനും ഈ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സാണ്. അപ്പോൾ പാലുവിന് കണ്ടപ്പോൾ പാലുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് അതെന്താ ഇതെന്താ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലെ കുഞ്ഞു കുട്ടികളാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് അതെന്താ അമ്മ ഇതെന്താ അമ്മ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾക്കിതെല്ലാം അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇരിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ സന്തോഷങ്ങളും അവരുടേതായ ഇതും വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആ പ്രായത്തിൻ്റെത് കൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതാണ് കയറി ചെല്ലുമ്പോഴിതുണ്ട്. അവിടെയാണ്. അവിടെ നിന്ന് നല്ല ഇങ്ങനെ ഭയങ്കര ചൂടും കൂടെ അല്ലേ. അപ്പോൾ ആളുകൾ മാറിക്കൊടുക്കുന്നില്ല. ഇങ്ങനെ വെള്ളം വന്ന് നമ്മുടെ മേത്തോട്ട് തണുത്ത കാറ്റായിട്ട് വരുമ്പോൾ നല്ല സുഖമല്ലേ, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ആളുകൾ മാറിക്കൊടുക്കില്ല.
എല്ലാവരും ഇങ്ങനെ നിന്നെടുത്ത് തന്നെ നിന്ന് നമ്മുടെ മേത്തോട്ടിങ്ങനെ കാറ്റടി പോലെ വന്ന് വെള്ളം വീഴും. അപ്പോൾ ഭയങ്കര ചൂടായ കാരണം ആളുകൾ മാറുന്നില്ല. എല്ലാവരും ഒരു രസം വീട്ടിൽ ചൂട് പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. കണ്ടോ, നല്ല രസമില്ലേ? എല്ലാം നമ്മളൊരു ഒറിജിനലായിട്ടുള്ളൊരു ഇതുപോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തേക്കണതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഒരു നമ്മൾ പൈസ മുടക്കണതിന് നഷ്ടമില്ലാത്ത ഒരു സ്ഥലമാണ്. കണ്ട, പാലിൻ്റെ മേത്തോട്ട് കാറ്റടി വരുന്നതുകൊണ്ട് പാലിനും കണ്ണിൽ വീണിട്ട് ഗ്ലാസ് എടുത്ത് വെച്ച് കണ്ണിലേക്ക് വീഴുമ്പോൾ ഒക്കെ കണ്ണടഞ്ഞു പോണ്. അപ്പോൾ അത് കാരണം ഗ്ലാസ് വെച്ചതാന്ന് പറഞ്ഞ് കണ്ണടിയൊക്കെ വെച്ചിട്ട് കണ്ട നല്ല സുഖമായിട്ട് ഇങ്ങനെ നിൽക്കാം. പുള്ളിക്ക് അവിടെ നിന്ന് പോരാൻ കഴിയില്ല, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ എനിക്ക് പിന്നെ പേടി, ഇനി ഒത്തിരി മഴവെള്ളം പോലെയൊക്കെ മുഖത്തോട്ടും തലയിലേക്ക് തെറിച്ച് കഴിഞ്ഞാൽ വല്ല പനിയും വീണ്ടും വന്നാലോ എന്ന് വെച്ചിട്ട്, പനി മാറിയല്ലേ ഉള്ളൂ, ആനുവൽ ഡേയുടെ സമയം കഴിഞ്ഞ് മാറിയുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകാം നമുക്കെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോരാൻ നോക്കിയിട്ട് ഒക്കെ പോരണ്ട, അങ്ങോട്ട് അവിടെ തന്നെ നിൽക്കാമെന്ന് പറയാം. അപ്പോൾ അവിടെ വേറെ എന്തോ കണ്ടു, എന്നാൽ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിറയെ കുട്ടികൾക്ക് ഗെയിമുകളായിട്ടും കാറൊക്കെ ഓടിച്ചുകൊണ്ട് കിടക്കാനുള്ള ഇതുണ്ട്, ഗ്രൗണ്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഷിപ്പ് പോലെ നമ്മുടെ അതിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ആളുകളിങ്ങനെ നിൽക്കണം. ഓരോരുത്തർ ഇറങ്ങിയാലല്ലോ ഓരോരുത്തർക്ക് കയറി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെയും ഭയങ്കര തിരക്കാണ്. നല്ല രീതിയിൽ അവർ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോറടിക്കില്ല, എന്തുകൊണ്ടും നല്ല കേട്ടോ. അതിലേ കയറി ഫോട്ടോ എടുക്കാനാണ് കുറേ പേര് നിൽക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ രീതിയിലുള്ള ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഓരോന്നും ഒക്കെ എടുത്തു. അപ്പോൾ പാലുവിനും അതേ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളും ഫോട്ടോ എടുത്തു. പക്ഷേ അതിന് ഭയങ്കര പൊക്കാട്ടെ, എനിക്ക് കയറാൻ ഭയങ്കര വിടാം. അപ്പോൾ ഇനി പാലുവിന് ആ കാറേ കയറണം. അപ്പോൾ അത് ഭയങ്കര തിരക്കാണ്. കുട്ടികൾ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കണ പോലെ നിൽക്കുകയാണ്. പിന്നെ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണ കുഞ്ഞുങ്ങളെ വീണ്ടും വരാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ കൂടി വരികയാണ്. ഞങ്ങൾ കയറിയതിനേക്കാളും ആളായി. ഇതിൻ്റെ അവിടെ ഇതും ഒരു ഇത് തന്നെ, വാട്ടർഫോൾസ് തന്നെയാണ്. അതിനകത്ത് ഇങ്ങനെ ആളുകൾ വന്ന് പിള്ളേർ വന്ന് ഡ്രസ്സൊക്കെ ഊരിയിട്ട് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇട്ട് അതിനകത്ത് കിടന്ന് കളിക്കണുണ്ട്. അതിനകത്ത് കുറേ കുട്ടികളൊക്കെ ഒരു ജോഡി ഡ്രസ്സ് നിങ്ങൾ അഡീഷണൽ കരുതിയിട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഇറങ്ങി കളിച്ച് അങ്ങനെയാണ് കേട്ടോ കുട്ടികൾ. അതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്, മേത്ത് വെള്ളം വീഴുന്ന ഇങ്ങനെ കിടന്നുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ വെള്ളം വീഴുന്ന അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സ്റ്റോണ് പാകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തെന്നൂല, പാറക്കല്ല് പോലെ അതിൽ ചവിട്ടി നിൽക്കുക. അപ്പോൾ അതിനകത്ത് കുട്ടികൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ആൺകുട്ടികൾ പാൻറ്റൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്, പെൺകുട്ടികളുണ്ട്. എല്ലാവരും വന്ന് ഇങ്ങനെ കിടക്കുക. ചൂടും കൂടെ കാരണം ആളുകൾക്ക് അതൊരു രസം. ഇതൊക്കെ ഒരു സന്തോഷങ്ങളാണല്ലോ, അവർക്ക് വെക്കേഷൻ ഓർമ്മിക്കാനുള്ള ഓർമ്മകളാണല്ലോ ഇതെല്ലാം. കഴിഞ്ഞ വെക്കേഷൻ ഞങ്ങൾ അവിടെ പോയി, കഴിഞ്ഞ വെക്കേഷൻ ഇവിടെ പോയി എന്നൊക്കെ അവർക്ക് പറയാനും അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ഉള്ള അവർക്കൊരു ഏറ്റവും നല്ലൊരു ഇത് ഉണ്ടാവും. ഇതിങ്ങനെ ആ സ്റ്റോണ് ഇങ്ങനെ പാകിയിട്ടുണ്ടാവും, അതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചൊലിച്ച് വരുന്നിടത്താണ് നമ്മളൊക്കെ നിന്നത്. അതുകൊണ്ട് തെന്നൊന്നുമില്ല, നല്ല തണുത്ത വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ പാലുവിന് നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പിന്നെ പാലുവിന് അന്ന് ഇത് കഴിഞ്ഞ ഉടനെ പനിയൊക്കെ വന്ന് മാറിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ നമ്മളതുകൊണ്ട് അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് വിട്ടില്ല. എന്നാലും അവളുടെ ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളത് സമ്മതിച്ചു കൊടുത്ത് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ചു. അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ നടന്ന് എത്രയോ ഏക്കറിനകത്താണ് അതെനിക്ക് സ്ഥലം, ഇതും ഞാൻ മറന്നുപോയത്. ഇതിനെക്കുറിച്ച് നിറയെ വീഡിയോകൾ ആളുകൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെയാണ് അറിഞ്ഞത്. എൻ്റെ മൂന്നാമത്തെ ചേട്ടൻ്റെ വൈഫ് വന്നപ്പോഴാണ് ഇത് പറഞ്ഞത്, ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങളും അറിഞ്ഞത്. നമ്മൾ കണ്ടില്ലായിരുന്നു, ചേട്ടത്തിയമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ അവിടെ ഉണ്ട്, നല്ല രസമാണ്, ഒരു ദിവസം പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഇല്ലാതെ സ്റ്റേജുകളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ആ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ പാലും അതിൻ്റെ അകത്ത് കയറിയിട്ട് ഡാൻസ് കളിക്കണമെന്നും പറഞ്ഞ് പാലും അതിനകത്ത് ഇങ്ങനെ അവരിങ്ങനെ ഓപ്പൺ സ്പേസ് പോലെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ സ്റ്റേജ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പാട്ടിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കുട്ടികളെല്ലാം അതേ കയറിയെന്ന് ഡാൻസ് കളി. അപ്പോൾ പാലുവിനും ഭയങ്കര സന്തോഷം. പാലും ഡാൻസ് കളിച്ച് കുറേ നേരം കളിച്ചു. ഞങ്ങൾ ക്ലോസ് ചെയ്യാതായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ പാലും ഒറ്റയ്ക്കൊക്കെ നിറയെ ഡാൻസ് അല്ലേ, അപ്പോൾ പാട്ടൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ തന്നെ, കാരണം അത് നമ്മൾ ഇട്ടിട്ടില്ല. അങ്ങനെ നിറയെ സന്തോഷമുള്ള കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിറയെ കാര്യങ്ങളുണ്ട്.
അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഓരോ പേരൻസുമായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റേജിൽ കയറി നിന്നിട്ട് ഡാൻസ് കളിക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പാലു ഡാൻസ് കളിക്കുമ്പോൾ ഡാൻസിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കുക എന്നുള്ളതല്ല, അവൾക്കൊരു സ്റ്റേജിനെ അഭിമുഖീകരിക്കാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവണം. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം. അപ്പോൾ ഇവർ ചേട്ടൻ വന്നാൽ പോകാൻ തിരക്കാകണം എന്ന് പറയുമ്പോൾ ഞാൻ പറയണം അവൾ കളിച്ചോട്ടെ. അപ്പോൾ അവൾക്ക് അത് അഭിമുഖീകരിക്കാനൊക്കെ ഉള്ളൊരു ധൈര്യമൊക്കെ ഉണ്ടാവുമല്ലോ, ഓപ്പൺ സ്പേസിലൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അതിനുള്ളിൽ തന്നെ പോപ്കോണിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ഒക്കെ ഇങ്ങനെ സ്റ്റോളുകൾ പോലെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കാനാണെങ്കിൽ മണിക്കൂറുകളുണ്ട്, സമയം പോണതേ അറിയില്ല. ഉണ്ട് അതിനകത്ത് ഫർണിച്ചറിൻ്റെ ഷോപ്പുകളുണ്ട്, പിന്നെ എന്താ പറയുക സ്നാക്സുകളുടെ ഉണ്ട്, പിന്നെ നമ്മുടെ നാടൻ സാധനങ്ങൾ ഈ വയനാട്ടിൽ നിന്നൊക്കെയുള്ള തേന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാ വിഭവങ്ങളും അതിനകത്ത് കിട്ടും. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് പാലിന് കാറിൽ കയറാൻ പറ്റിയത്. അപ്പോഴും തിരക്ക് ഇത്തിരി കുറഞ്ഞിട്ട് വന്നുകൊണ്ട് കിട്ടിയത്. എന്നിട്ട് അവർ ഇതൊരു 3 റൗണ്ട് വയ്ക്കണേനെങ്ങാണ്ട് 100 രൂപയോ 110 രൂപ മറ്റേ. എന്നിട്ട് തിരക്ക് കാരണം ആ പയ്യൻ പാലിന് 2 എണ്ണേ ആക്കിയുള്ളൂ. പാലിന് സങ്കടമായിപ്പോയി, കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ പിറന്നാളിന് ഇത് വാങ്ങിക്കാനിരുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, ഇത് ഇപ്പോൾ കുഞ്ഞ് വലുതാവുമല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇത് വെറുതെ നഷ്ടമാണ്. പിന്നെ ഇതിനകത്തിട്ട് ഓടിക്കാനും സ്ഥലമില്ല, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ചില്ലത്. അപ്പോൾ കണ്ട ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനുള്ളിൽ ഓരോരോ ഈ പപ്പടങ്ങൾ, കൊണ്ടാട്ടങ്ങൾ, പിന്നെ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കാണില്ലേ ഒരേപോലെയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ, എന്താ പറയുക, എല്ലാം ഉണ്ട്. ഒന്നും ഇല്ലാതില്ല എന്ന് പറയില്ലേ, നമ്മൾ പറയണ ഒരു വലിയ സ്റ്റോളിനുള്ളിൽ ഒരു കുടക്കീഴിൽ എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും നല്ലൊരു അനുഭവമാണ്. നമ്മൾ നടക്കാൻ ക്ഷമയുണ്ടാവണം, ഇങ്ങനെ നടക്കണം. പിന്നെ നമ്മളുടെ ഈ ഊഞ്ഞാൽ, പിന്നെന്താ പറയുക ട്രെയിന്, ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടതായ നമ്മൾ ഒരു എല്ലാ സാധനങ്ങളും ആ ഒരു ഗ്രൗണ്ടിനുള്ളിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു 100 സ്ഥലത്ത് പോണേക്കാളും നല്ലത് അവർക്ക് സന്തോഷത്തിന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീം ഒന്നും മേടിക്കാറില്ല, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാക്സിമം അങ്ങോട്ട് പുള്ളിക്കാരി എൻജോയ് ചെയ്തു. ഇപ്പോൾ ട്രെയിനിൽ കയറിയേക്കാം, ട്രെയിനിൽ കയറിയിട്ടൊക്കെ പുള്ളിക്ക് പേടിയൊന്നുമില്ല, ഒറ്റയ്ക്കൊരു സീറ്റിലിരുന്നേക്കുക. പുള്ളിക്ക് ഇങ്ങനെയുള്ള ഭയമോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ കറങ്ങണം, അതിനെന്താ പേര് പറയണേന്ന് എന്നോട് എനിക്കറിയില്ല. അതിലൊക്കെ കയറണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കയറ്റിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് അതിലൊക്കെ കയറ്റണത്. അമ്മ എനിക്ക് അതിൽ കയറണം ഇതിൽ കയറണം, പുള്ളിക്ക് കാണുന്നതിലെല്ലാത്തിലും കയറണം. അതാണ് പുള്ളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. പേടിയോ അങ്ങനെ മാറി നിൽക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും പുള്ളിക്കില്ല. പുള്ളി മാക്സിമം എൻജോയ് ചെയ്യുക, അതാണ് പുള്ളിയെ സംബന്ധിച്ചുള്ള പരിപാടി. അവിടുന്ന് പോരാൻ കഴിയൂല. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ എന്താ ഇതിന് പറയണത്, ഓരോ ഷോകൾ പോലെയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിനകത്തൊന്നും നമ്മൾ കയറിയില്ല. കയറിയിട്ട് ഇറങ്ങിയ പിള്ളേരൊക്കെ പറഞ്ഞിട്ട് അയ്യോ പേടി വന്നെന്നൊക്കെ പറഞ്ഞു. എന്താണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ജസ്റ്റ് അതിനകത്തൊന്ന് പാലുവിന് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു നടന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം നടന്ന് നമുക്കും വയ്യാതായി. എത്രയോ ഞാനതിൻ്റെ ഏക്കർ കണക്ക് എത്രയാണെന്നുള്ളത് ഞാനും മറന്നുപോയത് അതിനകത്തുണ്ടായിരുന്നു. കണ്ടോ, ഇതൊക്കെ ഓരോ ഫാമിലി ഗെയിം അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളാണ്. ഓരോ ഇത് കാറ് പോലെ തന്നെയുള്ള അതിലുള്ള കുട്ടികൾ കയറുന്ന ഇത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്ന രംഗമാണ്. പാലിന് പോകുന്നത് അങ്ങോട്ട് ഒത്തിരി സന്തോഷം അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നടക്കാനൊന്നും തീരെ ഉത്സാഹമില്ല. അപ്പം പറയാണ് പോകണ്ട, നമുക്ക് അതിനകത്തോട്ട് വീണ്ടും പോകാം. അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കണ സ്ഥലത്തോട്ട് നടക്കുന്ന ഇതാണ്. അപ്പോൾ പുള്ളിക്കാർ പറയണ പോകണ്ട അച്ഛാ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, നമുക്ക് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോകാം എന്നും പറഞ്ഞിട്ട് എല്ലാ കുട്ടികളെ പാലൂനെന്നല്ല എല്ലാ കുട്ടികളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുകയാണ്. ബലത്തിൽ പിടിച്ച് എടുത്തുകൊണ്ട് പോണ സീനാണ്. പാലു മാത്രമല്ല എല്ലാ കുട്ടികളും. നമ്മൾ ആ കാറ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ വരുന്നവർക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിറയെ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം പാലുവിനെ ഇങ്ങോട്ട് പോകുന്നത് വലിയ സന്തോഷമായിട്ടില്ല. അപ്പോൾ അമ്മ നമുക്ക് വീണ്ടും തിരിച്ച് അവിടേക്ക് പോകാമെന്നൊക്കെ എന്നോട് പറയുക. പിന്നെ അങ്ങോട്ട് ഇവിടെ മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. അവിടുന്ന് പോരാൻ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവം കുഞ്ഞുങ്ങൾക്കും കിട്ടും, നമുക്കും വളരെ സന്തോഷം.